My dear students, +1 chemistry 7th chapter അതിലെ ക്ലാസ് നയിക്കുന്നത് ഞങ്ങളുടെ പ്രിയ അധ്യാപകനായ അങ്കിരസ് സാറാണ്. അപ്പോൾ സാറിൻ്റെ 1-2 സെഷൻ നിങ്ങൾക്ക് തന്നില്ലേ, അതിൻ്റെ അവസാന ഭാഗമാണ്. അതായത് 7th ചാപ്റ്ററിൻ്റെ റെഡോക്സ് റിയാക്ഷൻ, അതിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ക്ലാസ് കേൾക്കുക. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. സോ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, സോ അവിടെ എക്സാമ്പിൾസ് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. സോ ഇവിടെ മഗ്നീഷ്യവും നൈട്രജനും തമ്മിലുള്ള റിയാക്ഷൻ പറയുന്നുണ്ട്. സോ Mg3N2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അവിടെ മഗ്നീഷ്യം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു. സോ അത് ഓക്സിഡേഷൻ ആയിരിക്കും. അതുപോലെ നൈട്രജൻ 0-ൽ നിന്നും -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു. സോ അത് റിഡക്ഷൻ. ഓക്കെ, അതുപോലെ SO2 + O2 സൾഫർ ട്രയോക്സൈഡിൻ്റെ ഫോർമേഷനാണ്. സോ അവിടെ സൾഫർ ഡയോക്സൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതുപോലെ ഓക്സിജൻ അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, സൾഫറിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുകയാണ്. സോ സൾഫറിന് ഓക്സിഡേഷൻ, അതുപോലെ ഓക്സിജനിൽ നിന്നും ഒരു O ഇവിടെ കുറയുകയാണ്. സോ അതുകൊണ്ട് അത് റിഡക്ഷൻ എന്നും പറയാം. നെക്സ്റ്റ് വരുന്നത് അമോണിയയും HCl-ഉം തമ്മിലുള്ള റിയാക്ഷൻ. അമോണിയം ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ ഇത് നോൺ റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനൊന്നും മാറ്റം വരുന്നില്ല. അതും അങ്ങനത്തെ ടൈപ്പ് കോമ്പിനേഷൻ റിയാക്ഷൻസും ഉണ്ട്. നെക്സ്റ്റ് കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ്. സോ ഒരു ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് കെമിക്കൽ ഡീകമ്പോസിഷൻ. സോ ഇവിടെ KClO3 എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് KCl-ഉം O2-ഉമായിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ ഒരു കോമ്പൗണ്ടിന് തന്നെയാണ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ KClO3-ക്ക് തന്നെയാണ് ഓക്സിഡേഷൻ നടന്ന് KCl-ഉം O2-ഉം ഓക്സിഡേഷൻ റിഡക്ഷനും നടന്ന് KCl-ഉം O2-ഉമായിട്ട് മാറുന്നു. സോ ഇവിടെ KClO3-ലെ പൊട്ടാസ്യത്തിൻ്റെയാണ് റിഡക്ഷൻ നടക്കുന്നത്. പൊട്ടാസ്യം +5-ൽ നിന്നും -1-ലേക്ക് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഓക്സിജൻ -2-ൽ നിന്നും 0-ലേക്ക് ഓക്സിഡൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ -ൽ നിന്ന് 0 ആവുന്നതും ഓക്സിഡേഷനാണ്. കാരണം അവിടെ ആ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യല്ലേ. സോ അതുകൊണ്ട് തന്നെ അത് ഓക്സിഡേഷൻ എന്ന് നമുക്ക് പറയാം. സോ KClO3 act as both oxidizing and reducing agent. So intermolecular redox reaction അല്ലെങ്കിൽ intramolecular redox reaction എന്നൊക്കെ ആയിരിക്കും എന്നെ പറയുന്നത്. അതായത് ഒരു മോളിക്യൂളിനകത്ത് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഓരോ പാർട്ട് കാണും. ഓക്കെ, ഇനി അടുത്തത് CaCO3. അതിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് CaCO3 ഡീകമ്പോസ് ചെയ്ത് CaO + CO2 കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, സോ അവിടെയും ഒരു നോൺ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി അടുത്തത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് അടുത്ത ടൈപ്പ് റിഡോക്സ് റിയാക്ഷനെ പറയുന്നത്. അതായത് the single species can undergo both oxidation as well as reduction. Okay, in generally the element shows greater than or equal to 3
oxidation states can give disproportionation reaction. ഓക്കെ, അതായത് മൂന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പം ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ മോളിക്യൂൾ. സൾഫർ എപ്പോഴും S8 മോളിക്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്. സൾഫർ മോളിക്യൂളിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്ന് H2S ഹൈഡ്രജൻ സൾഫൈഡും H2O3 2- എന്ന് പറയുന്ന ഒരു സ്പീഷീസുമായിട്ട് മാറും. സോ H2Sൽ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും സൾഫർ കാണിക്കുന്നത്. അതുപോലെ H2O3 2- +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും സൾഫറിന് വരുന്നത്. S8 ആയിട്ടിരിക്കുമ്പോൾ 0, then -2, then +2. ഓക്കെ, സോ ഇങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് P4. ഓക്കെ, P4 മോളിക്യൂൾ ആണ്. അത് P4 ആയിട്ടിരിക്കുമ്പോൾ 0 ആണ്. ഓക്കെ, ദെൻ PH3 H2 PO2 - ഇങ്ങനെ 2 സ്പീഷീസ് ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, സോ ഇവിടെ PH3 ആകുമ്പം -3 ആൻഡ് H2P2 - ആകുമ്പം +1. ഓക്കെ, ഇങ്ങനെ ആണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വരുന്നത്. ഈ 2 മോളിക്യൂൾ ഉള്ളപ്പോഴും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇവിടെ Cl2 ഗ്യാസ് അല്ലെങ്കിൽ ക്ലോറിൻ NaOH തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ NaClഉം NaOCl + H2O. ഓക്കെ, സോ NaCl എന്ന് പറയുമ്പോൾ അവിടെ Clന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. NaOCl എന്ന് പറയുമ്പോൾ അവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ രണ്ടിടത്തും ക്ലോറിന് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഒന്നിൽ -1, ഒന്നിൽ +1 ആവും. Cl2 ആയിട്ടിരിക്കുമ്പോൾ അവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, സോ അതിനുള്ള എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്, കംപ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ്. അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അത് എക്സ്ട്രാ ഒരു ടൈപ്പ് എഴുതിയിരിക്കുന്നതാവണം. ഓക്കെ, സോ അവിടം വരെയാണ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ വരുന്നത്. പിന്നെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്, കെമിക്കൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ Zn + HCl gives ZnCl2 + H2. അപ്പോൾ ഇവിടെ one species can displace the other species. ഓക്കെ, ഇപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ നടക്കും, അതുപോലെ ഹൈഡ്രജന് റിഡക്ഷൻ നടക്കും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ റിയാക്ഷൻ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ചാപ്റ്ററിൻ്റെ. അത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നോർമലി ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിഡോക്സ് റിയാക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചാർജിന് പ്രാധാന്യം കൊടുക്കണം, ശരിയല്ലേ? അതായത് ഒരെണ്ണം ഓക്സിഡേഷൻ ആയിരിക്കും, ഒരെണ്ണം റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ചാർജസ് നമ്മൾ ബാലൻസ് ചെയ്യണം, ചാർജുകൾ കൂടി ബാലൻസ് ചെയ്യേണ്ടി വരും. സോ അതിനിവിടെ സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം ബാലൻസ് ആറ്റം എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും അല്ലാതെ നമ്മൾ നമ്പറൊക്കെ ബാലൻസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം ഓക്സിജൻ ഹൈഡ്രജൻ ഒഴികെയുള്ള
എലമെൻസിനെ ബാലൻസ് ചെയ്യുക. ദെൻ ബാലൻസ് ഓക്സിജൻ ബൈ അഡീഷൻ ഓഫ് H2O. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ അത്രയും തന്നെ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അതുപോലെ ബാലൻസിങ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ എങ്ങനെ ബാലൻസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിഡിക് മീഡിയം ആണെങ്കിൽ H+നെ ആഡ് ചെയ്ത് കൊടുക്കണം. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ OH- ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ ഇലക്ട്രോൺസ് ബാലൻസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് ആണോ അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ബാലൻസിങ് ഒരെണ്ണം നമുക്ക് നോക്കാം. ഇവിടെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്കെ. അവിടെ ഈ അസിഡിക് മീഡിയത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒരു റിഡോക്സ് റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ Cr2O7 2-, അവിടെ Cr2O7 2- Cr ആണ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. അവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അതായത് അസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ H+ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അതുപോലെ ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ OH- ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, ആരോടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി ഓക്സിജൻ ബാലൻസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. ഈ ബേസിക് മീഡിയം വരുമ്പോൾ നേരെ തിരിച്ചാണ്. വാട്ടർ നമ്മൾ H2O നമ്മൾ കൊടുക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. അതുപോലെ OH- കൊടുക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. ഓക്കെ. ഇനി അവിടെ എത്ര ഇലക്ട്രോൺസ് ആണോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അത്ര ഇലക്ട്രോൺസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യും. കാരണം ക്രോമിയത്തിനാണല്ലോ റിഡക്ഷൻ നടക്കുന്നത്. സോ അവിടെ ഇലക്ട്രോൺസ് സ്വീകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ശരിയല്ലേ? സ്വീകരിക്കുന്നതുകൊണ്ട് അത് ഇലക്ട്രോൺസിൻ്റെ നമ്പർ നമ്മൾ എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. അതിൽ എത്ര ഇലക്ട്രോൺസ് സ്വീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ സ്വീകരിക്കുന്നത്. സോ 6 ഇലക്ട്രോൺസ് നമ്മൾ അവിടെ എഴുതും. ഓക്കെ. സോ ഈ രീതിയിലാണ് ബാലൻസിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അസിഡിക് മീഡിയത്തിൽ. ഈ ബേസിക് മീഡിയത്തിലാവുമ്പോൾ ഇവിടെ P4 മോളിക്യൂളാണ്. P4 മോളിക്യൂള് pH 3 ആകും. ഓക്കെ. pH 3 ആകുമ്പോൾ ഇവിടെ P4 മോളിക്യൂള് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ്. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ 12 ഇലക്ട്രോൺസ് ആണ് സ്വീകരിക്കുന്നത്. ഓക്കെ. പ്ലസ് 12 H2O will give 4 pH 3 plus 12 OH-. ഓക്കെ. അതാണ് ബേസിക് മീഡിയത്തിൽ. അപ്പോൾ ഇത് അസിഡിക് ആണോ ബേസിക് ആണോ മീഡിയം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. അസിഡിക് മീഡിയത്തിൽ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിൽ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറയും. ഓക്കെ. സോ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ H+ ആണോ OH- ആണോ കൊടുക്കേണ്ടതെന്നുള്ളത് അറിയുക. ഓക്കെ. സോ ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ തരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഡക്ഷൻ റിയാക്ഷൻ തരുന്നു. അത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി റിഡോക്സ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്യും, അതാണ് ഇനി. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. MnO4- plus NO2 gives Mn2 plus NO2-. അപ്പോൾ അത് അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് MnO4- സോ അതാദ്യം ബാലൻസ് ചെയ്യുക. അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ Mn
Mn2+ ആയിട്ട് മാറുകയാണ്. സോ MnO4 മൈനസിൽ Mn ഏത് സ്റ്റേറ്റിലായിരിക്കും? +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. സോ അവിടെ 5 ഇലക്ട്രോൺസ് സ്വീകരിച്ചിട്ട് Mn2+ ആകും. ഇനി അസിഡിക് മീഡിയം ആയതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ നമ്പർ നമ്മൾ നോക്കണം. ഓക്കെ, സോ അവിടെ പിന്നെ നമ്മൾ നോക്കേണ്ട സ്റ്റെപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ ഓക്സിജൻ ആണ്. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും തന്നെ എന്ത് കൊടുക്കും? വാട്ടർ. ഓക്കെ, വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം 4H2O എന്ന് വരും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ എത്ര എണ്ണമായി? 8 എണ്ണമായി. സോ ആ 8 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് H+ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോൺസ് എത്രയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത് ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുക. ഓക്കെ, ദെൻ അവിടെ ഓക്സിജൻ ഉണ്ട്. MnO4-നകത്ത് 4 ഓക്സിജൻ ഉണ്ട്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും തന്നെ വാട്ടർ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തു. ഓക്കെ, വാട്ടർ കൊടുത്തു. ദാറ്റ് ഈസ് 4H2O. അപ്പോൾ 4 ഓക്സിജനായി ബാലൻസ്ഡ് ആയി. ഇനി അടുത്തത് വരുന്നത് ഹൈഡ്രജൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ H2O കൊടുത്തപ്പോൾ ഹൈഡ്രജൻ വന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ 8 ഹൈഡ്രജൻ ഉണ്ട്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 8H+ അയോണിനെ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് NO2-നാണ്. ഇവിടെ NO2- ആണ്. NO2- NO3- ആവും. അതാണ് ഇവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, സോ റിഡക്ഷൻ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ കുറയും. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കുറയും. സോ NO2- NO3- ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, സോ അവിടെയും ഈ പറയുന്ന പോലെ ഓക്സിജൻ്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് H2O കൊടുക്കും. അതുപോലെ ആ ഹൈഡ്രജൻ്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ H+ കൊടുക്കും. റിഡക്ഷൻ ആകുമ്പോൾ തിരിയും കേട്ടോ. റിഡക്ഷൻ ആകുമ്പോൾ എവിടെയാണോ ഓക്സിജൻ്റെ അളവ് കുറവ് വരുന്നത് അവിടെ നമ്മൾ H2O കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ ആ 2 ഇലക്ട്രോൺ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതി. ഇനി ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ നമ്പർ നമ്മൾ ഈക്വൽ ആക്കണം. ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഫാക്ടർ കൊണ്ട് 2 കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റിഡക്ഷൻ റിയാക്ഷനിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കോമൺ ആയിട്ട് 10 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ടേ നമുക്കിത് ആഡ് ചെയ്ത് ഈ 2 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അതായത് ഇവർ ഹെഡിങ് എഴുതിയിരിക്കുന്നത് തെറ്റിച്ചാണ്. അതായത് MnO4- റിഡക്ഷനാണ് നടക്കുന്നത്. സോ ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. മുകളിൽ ലേബിൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, പക്ഷെ താഴെ ഹെഡിങ്ങിലേക്ക് വന്നപ്പോൾ അവർ അത് തിരിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, നിങ്ങളിത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിത് തിരുത്തി വെക്കണം കേട്ടോ, ഈ പറയുന്ന മിസ്റ്റേക്സ് എല്ലാം. ഇപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കൊണ്ട് പറയുകയാണ്. ഓക്കെ, സോ ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ നെക്സ്റ്റ് പേജിലേക്ക് വന്നാൽ അതിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദെൻ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വലായി. സോ ഇനി നമുക്ക് ഈ 2 ഇക്വേഷനെ കൂടെ ആഡ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സ്ട്രാ വരുന്നതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് ഇവിടെ 16H+ ഉണ്ട്, താഴെ 10H+ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷനിൽ 16H+ ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ 10H+ ഉണ്ട്. സോ രണ്ടും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് റിമൈനിങ് 6H+ എന്ന് വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അതുപോലെ വാട്ടറിൻ്റെ കേസ് 5H2O ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ 8H2O ഉണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ. സോ രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ 3H2O എന്നുണ്ട്. ഓക്കെ, ബാക്കി ആഡ് ചെയ്ത് എഴുതി വെക്കുക. സോ അതായി നമ്മുടെ ബാലൻസ്ഡ് റിഡോക്സ് ഇക്വേഷൻ. ഓക്കെ, സോ ബാലൻസിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് അറിഞ്ഞ് വെച്ചിരിക്കണം. ഒരു എക്സാമ്പിൾ തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അഥവാ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇവിടെ മോൾ റേഷ്യോ ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 2:5 ആണ്. ഓക്കെ, മോൾ റേഷ്യോ അതായത് MnO4- NO2- റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ്, റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് MnO4- ആണ്, കാരണം അത് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ NO2- ആണ് ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്, കാരണം അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. സോ റേഷ്യോ എന്ന് പറയുന്നത് 2:5 റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ABC എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് H+, അതുപോലെ MnO4-, അതുപോലെ NO2- റേഷ്യോ അല്ലെങ്കിൽ കോയിഫിഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ വരുന്നത് 6:2:5 ആണ്. ഓക്കെ, ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, ലൂസ് ഓർ ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ക്യാൻസൽ ടു ബാലൻസ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. ഇനി XY റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോയിച്ചിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:2, 1:1. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ ഓഫ് H+ ആൻഡ് H2O എന്ന് പറയുന്നത് 6:3, 2:1. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ് വരുന്നത്. കുറേ ഇനി എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് വരികയാണെങ്കിൽ പറയുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കായിട്ടുള്ളത്. ഓക്കെ, ബാക്കി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെസൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. പുതുതായിട്ട് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.